ദരിദ്രമായൊരു കർഷക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാകാം അവൾക്ക് കൂടുതൽ സമയവും അമ്മയോടൊപ്പം കൃഷിപ്പണിയായിരുന്നു. എന്നാൽ ഈ പ്രകൃതിയുടെ നിറങ്ങളെ അവൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു. തൻ്റെ കയ്യിലുള്ള വില കുറഞ്ഞ ചായങ്ങളും കടലാസും ഉപയോഗിച്ച് ഈ പ്രകൃതിയുടെ നിറങ്ങളെ അവൾ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവളുടെ പെയിൻറ്റിങ്ങുകൾക്ക് ഭംഗിയില്ലെന്നും അത്രയും സമയവും കൂടി അമ്മയെ പണിയിൽ സഹായിച്ചുകൂടെ എന്നുമൊക്കെ ചുറ്റുമുള്ളവർ നിരന്തരം പരിഹസിച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായ ഈ ജഡ്ജ്മെൻറ്റ് അവളുടെ മനോവീര്യവും തകർക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ അവൾ വേദനയോടെ തൻ്റെ ചായയും കടലാസും ഉപേക്ഷിച്ചു. ഒരിക്കൽ ഒരു സന്യാസി ആ നാട്ടിലൂടെ നടന്നു വന്നു. ഒരുപാട് ആളുകൾക്ക് ഉപദേശവും സമാധാനിപ്പിക്കലും ഒക്കെ കൊടുത്തിരുന്ന അദ്ദേഹത്തെ കണ്ട് അവൾ അവളുടെ ഈ വിഷമം അവതരിപ്പിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു, നീ ആ മരത്തെ ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടാണ് അതിൻ്റെ ഇലകൾ ഇളകിക്കൊണ്ടേയിരിക്കുന്നത്? കാറ്റ് വീശുന്നത് കൊണ്ടാണ്. കാറ്റിന് വീശുവാനായി മരത്തിൻ്റെ അനുവാദം ചോദിക്കാറില്ല. ഇലകളുടെ ഇളക്കം അത് കാര്യമാക്കാറില്ല. ചിലപ്പോൾ ശാന്തമായും ചിലപ്പോൾ ശക്തമായും കാറ്റ് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വീശിക്കൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ ആയിരിക്കണം നീയും. ചുറ്റുമുള്ളവരുടെ നിരന്തര പരിഹാസം നമ്മുടെ മനോവീര്യം കെടുത്താനുള്ളതല്ല. നമ്മുടെ കടലാസിൽ നമ്മുടെ ചായങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രങ്ങളെ നാം വരച്ചുകൊണ്ടേയിരിക്കണം. പിറ്റേ ദിവസം മുതൽ അവൾ വീണ്ടും ഈ പ്രകൃതിയുടെ ഭംഗി അവളുടെ കടലാസിലേക്ക് പകർത്താൻ തുടങ്ങി. പരിഹാസങ്ങൾ പ്രശംസകളാകാൻ അധിക നാൾ വേണ്ടി വന്നില്ല. നന്ദി.